രാവിലെ തന്നെ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം അപ്പം ചിക്കൻ കറിയാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കിയത്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ആദ്യം കുറച്ച് സവാള നന്നായിട്ട് ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റിയെടുത്ത് അതിനുശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി വറുത്ത് കോരി വേറൊരു ചട്ടിക്കകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പുരട്ടി വെച്ച് ചിക്കന് ഫ്രൈ ചെയ്തെടുത്ത് പിന്നെ ബിരിയാണിക്കായിട്ടുള്ള സവാളയെല്ലാം അരിഞ്ഞ് വെച്ച് സവാള കുറച്ച് എണ്ണയിൽ വഴറ്റിയെടുത്ത് അതിൻ്റെ ബ്രൗൺ കളറാവുന്നത് വരെ അത്രയും മൂപ്പിച്ചില്ല, ഒന്ന് വാടുന്നത് വരെ മൂപ്പിച്ചതിന് ശേഷം അതിനകത്ത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അടുപ്പിൽ ചേർത്ത് അതിന് ശേഷം പിന്നെ കുറച്ച് പച്ചമുളക്, ഒരു 2-3 പച്ചമുളക് അങ്ങനെ ചേർത്ത് പിന്നീട് മസാലകളെല്ലാം കുറച്ച് ഗരം മസാല, കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് എല്ലാം കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കി പിന്നെ ഒരു 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുത്ത് അതിന് ശേഷം കുറച്ച് തൈര് ചേർത്ത് ഉണ്ടോ ഇതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കുക. പിന്നീട് നമ്മളതിനകത്തേക്ക് പുരട്ടി വെച്ച് ചിക്കൻ, കുറച്ച് മസാലയും ഉപ്പും എല്ലാം ചേർത്തിട്ട് പുരട്ടി വെച്ച് ചിക്കൻ ഒരു 10-15 മിനിറ്റ് വെച്ച് അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് വേവിച്ച് വെച്ച് ചിക്കനെല്ലാം വേവിച്ച് വെച്ച് റൈസ് ചേർത്ത് റൈസിന് മുകളിൽ ലെയറായിട്ടിട്ട് സിമ്മിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചു. രാവിലെ എല്ലാവരും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനായിട്ട് രാവിലെ മടിക്കും, കൂടുതൽ സമയം വേണം എന്നുള്ളത് കൊണ്ട്. എനിക്കത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. എന്താണോ ഉണ്ടാക്കാൻ തോന്നുന്നത് അത് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കും. കണ്ടോ, റൈസ് എല്ലാം അതിന് മുകളിൽ ഇട്ടതിന് ശേഷം മുകളിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കണേ. കൂടുതൽ നെയ്യില്ല, ആവശ്യത്തിന് മാത്രം, നെയ്യ് കുറച്ച് ഉപയോഗിക്കാറുള്ളൂ. കണ്ടോ, നെയ്യ് ഒഴിച്ച് കൊടുത്തു. പിന്നീട് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, കുറച്ച് ചെറുതായി അരിഞ്ഞു വെച്ച ക്യാരറ്റ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ സവാള വറുത്ത് കോരി വെച്ചിരുന്നല്ലോ, ഗോൾഡൻ കളറാക്കിയിട്ട്, ആ സവാള അതിന് മുകളിലിട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഒരു 15 മിനിറ്റോളം ഞാൻ അടച്ച് വയ്ക്കും. കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയില്ലേ. നമ്മൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചോറ്, കറി, തോരൻ അങ്ങനെ കുറേ സാധനങ്ങൾ വേണം. ഇത് കുറച്ചുകൂടി എളുപ്പമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. കണ്ടോ, ഞാനതിൻ്റെ അടപ്പ് തുറന്ന് ഇളക്കുകയാണ്. എന്താ, അത്യാവശ്യത്തിന് ഗ്രേവി ഉണ്ട്, നല്ല മസാലയുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല രുചിയുണ്ട് കേട്ടോ. ഓക്കെ.